ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. യോഗത്തിൻ്റെ ലക്ഷ്യതലത്തെയും മാർഗതലത്തെയും ആത്യന്തികമായി എന്താണ് യോഗം? അത് സമദർശനമാണ്, സർവത്ര സമബുദ്ധിയാണ് എന്നുള്ള സമത്വത്തെയും ആ യോഗത്തിൻ്റെ പരമാവധിയിലുള്ള കൃതാർത്ഥതയെയും ബ്രഹ്മപ്രാപ്തനാകുന്നു എന്നതിനെയും വ്യക്തമായി ഉപദേശിച്ചു ഭഗവാൻ 6-ാം അധ്യായത്തിൽ. അനന്തരം പ്രാഥമിക തലത്തിൽ യോഗസാധകൻ എങ്ങനെയൊക്കെ ജീവിതം ക്രമീകരിക്കണം, അയാളുടെ ആഹാരവിഹാരാദികൾ എങ്ങനെ, ഈ വക വിഷയങ്ങളൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു. അനന്തരമാണ് വൈദിക ശാസ്ത്രത്തിൽ നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും സ്പഷ്ടമായ വ്യക്തമായ നിർവചനം എന്താണ് യോഗം എന്ന് 3.5 ശ്ലോകങ്ങളിൽ നിർവചിക്കുന്നത് വരുന്നത്. ആ ഭാഗമാണ് ഇന്ന് നാം ശ്രദ്ധിക്കുന്നത്. നോക്കൂ. യത്രോപരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതേ സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ യം ലബ്ധ്വാ ചാപരം ലാഭം മന്യത്തെ നാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യത്തെ തം വിദ്യാ ദുഃഖസംയോഗ വിയോഗം യോഗസംജ്ഞിതം സ നിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണചേതസാ. ഈ 4 ശ്ലോകങ്ങൾ നമ്മൾ ഒന്നിച്ച് പഠിക്കണം. ആദ്യത്തെ 3.5 ശ്ലോകങ്ങളിൽ യോഗ നിർവചനവും അവസാനം അർദ്ധശ്ലോകത്തിൽ നിശ്ചയമായും യോഗാനുഷ്ഠാനം ചെയ്യണമെന്ന ആഹ്വാനവുമാണ്. നോക്കൂ. യത്രോപരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ യം ലബ്ധ്വാ ചാപരം ലാഭം
മന്യതേനാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യത്തെ തം വിദ്യാ ദുഃഖസംയോഗ വിയോഗം യോഗസംജ്ഞിതം സ നിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണ ചേതസാ. ആദ്യം നമുക്ക് സാമാന്യമായി അർത്ഥം ചിന്തിക്കാം, പിന്നെ വിശദമായി ഓരോ പദമായിട്ട് പഠിക്കാം. യത്ര യത്ര എന്ന് പറഞ്ഞാൽ എവിടെ, ഏതവസ്ഥയിൽ എന്ന്. അപ്പം യാതൊരവസ്ഥയിലാണോ ചിത്തം ഉപരമതേ, ചിത്തം ഉപരമിക്കുന്നത്. അവിടെ ചിത്തം എന്നുള്ളതിന് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് വേർതിരിക്കാതെ പൂർണ്ണമായി അന്തഃകരണം എന്നർത്ഥം എടുക്കണം, വിശേഷിച്ചും മനസ്സ്. ഇപ്പം യാതൊരവസ്ഥയിലാണോ മനസ്സ് പിന്തിരിയുന്നത്, എങ്ങനെയുള്ള മനസ്സ്? യോഗസേവയാ നിരുദ്ധം, യോഗസേവ കൊണ്ട്, യോഗാനുഷ്ഠാനം കൊണ്ട് നിരുദ്ധമായ മനസ്സ് യാതൊരവസ്ഥയിലാണോ പിന്തിരിയുന്നത്. ഇതാണ് ഒന്നാമത്തെ വ്യവസ്ഥ. രണ്ടാമത്തെ വ്യവസ്ഥ, യത്ര യാതൊരവസ്ഥയിലാണോ ആത്മനാ ആത്മാനം പശ്യൻ ആത്മനി തുഷ്യതി, ആത്മനാ തന്നാൽ, ആത്മാനം തന്നെ, പശ്യൻ കാണുന്നവൻ, ആത്മനി തന്നിൽ, തുഷ്യതി സന്തോഷിക്കുന്നത്. ഇപ്പം തന്നിൽ തന്നെ കണ്ട്, തന്നാൽ തന്നെ കണ്ട് തന്നിൽ തന്നെ സന്തോഷിക്കുന്നത് യാതൊരവസ്ഥയിലാണോ, അതാണ് രണ്ടാമത്തെ വ്യവസ്ഥ. മൂന്നാമത്തെ വ്യവസ്ഥ, സുഖം ആത്യന്തികം യത്, യാതൊരു സുഖമുണ്ടോ, എങ്ങനെയുള്ള സുഖം? ആത്യന്തികമായ സുഖം. എന്താണ് ആ സുഖത്തിൻ്റെ വിശേഷണങ്ങൾ? ഒന്ന്, ബുദ്ധിഗ്രാഹ്യം, ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാനാവുന്നതും എന്നാൽ അതീന്ദ്രിയം, ഇന്ദ്രിയത്തെ കൊണ്ട് പ്രാപിക്കാൻ കഴിയാത്തതും ആയ ആത്യന്തിക സുഖത്തെ യത്ര വേത്തി, ഏതൊരവസ്ഥയിലാണോ യാതൊരവസ്ഥയിലാണോ അറിയുന്നത്. ഇതാണ് മൂന്നാമത്തെ വ്യവസ്ഥ. നാലാമത്തെ വ്യവസ്ഥ, തത്വതഃ സ്ഥിതഃ ന ചലതി യത്ര, തന്നിൽ നിലകൊള്ളുന്നവൻ തൻ്റെ പാരമാർത്ഥിക സ്ഥിതിയിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാതിരിക്കുന്നത് എവിടെയാണോ, തന്നിൽ തന്നെ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാത്തത് എവിടെയാണോ, നാലാമത്തെ വ്യവസ്ഥ. 5, യം ലബ്ധ്വാച അപരം ലാഭം തതഃ അധികം ന മന്യത്തെ, യാതൊന്നിനെ ലഭിച്ചാൽ അതിനേക്കാൾ കവിഞ്ഞ് മറ്റൊന്നിനെ വിചാരിക്കുന്നില്ലയോ, മറ്റൊരു ലാഭത്തെ വിചാരിക്കുന്നില്ലയോ. 6, യസ്മിൻ സ്ഥിതഃ, യാതൊന്നിൽ ഇരുന്നാൽ ഗുരുണാ അപി ദുഃഖേന ന വിചാല്യത്തെ, വർദ്ധിച്ച ദുഃഖസ്ഥിതിയിൽ പോലും ഇളക്കപ്പെടാതിരിക്കുന്നത് എവിടെയാണോ. അങ്ങനെ 6 വ്യവസ്ഥകളെ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇങ്ങനെ 6 വ്യവസ്ഥകളെ മുന്നോട്ട് വെച്ചിട്ടാണ് പറയുന്നത് തം, അതിനെ,
യോഗം വിദ്യാത്, യോഗമെന്ന് നീ മനസ്സിലാക്കൂ. എന്തിനെയാണ് ഞാൻ യോഗമെന്ന് മനസ്സിലാക്കേണ്ടത്? ദുഃഖ സംയോഗ വിയോഗം. ദുഃഖ സംയോഗ വിയോഗത്തെ യോഗമെന്നറിയൂ. ഇത് വല്ലാത്തൊരു ഭാഷയാണ്, കുറച്ചൊരു വളഞ്ഞ ഭാഷയാണ്. ദുഃഖമില്ലായ്മയെ യോഗമെന്നറിയൂ എന്നല്ല പറഞ്ഞത്, ദുഃഖ സംയോഗ വിയോഗത്തെ യോഗമെന്നറിയൂന്ന. ദുഃഖങ്ങളുമായുള്ള സംയോഗത്തിനോടുള്ള വിയോഗം, അതിനെ നീ യോഗമെന്നറിയൂ. അപ്പം യോഗം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ വിയോഗമാണ്. വിയോഗമാണ് യോഗം. എന്ത് വിയോഗം? ദുഃഖ സംയോഗ വിയോഗം. ദുഃഖ സംയോഗത്തിൽ നിന്നുള്ള വിയോഗം, ഇതാണ് യോഗം. ഇത്രയും പറഞ്ഞിട്ട് പറയാണ് സഹയോഗ, ആ യോഗം നിശ്ചയേന യോക്തവ്യ, നിശ്ചയബുദ്ധിയോടുകൂടി യോജിപ്പിക്കേണ്ടതാകുന്നു, അനുഷ്ഠിക്കേണ്ടതാകുന്നു. നിത്യവും നിശ്ചയബുദ്ധിയോടുകൂടി, ഒരു സംശയമില്ലാതെ. എങ്ങനെ? അനിർവിണ്ണ ചേതസ. അനിർവിണ്ണ ചേതസ. വിത് ധാതുവിന് നിര് ഉപസർഗപൂർവകമായിട്ട് വരുമ്പോൾ എപ്പോഴും വിരക്തി എന്നുള്ള അർത്ഥമാണ് വരിക. വിരക്തി. അപ്പം നിർവിണ്ണത എന്ന് പറഞ്ഞാൽ വിരക്തി. വിരക്തി. നിർവിണ്ണ ചിത്ത എന്ന് പറഞ്ഞാൽ വിരക്തിയുള്ള മനസ്സോട് കൂടിയവൻ. അപ്പം അനിർവിണ്ണ എന്ന് പറഞ്ഞാലോ വിരക്തിയില്ലാത്ത, ഒരിക്കലും വിരക്തി വരാത്ത ചിത്തത്തോടുകൂടി യോഗം അനുഷ്ഠിക്കേണ്ടതാണ്. ഇത് പ്രത്യക്ഷത്തിൽ കേൾക്കുന്ന സന്ദർഭത്തിൽ ഇതെന്താ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത്? എല്ലാ ഗുരുനാഥന്മാരും എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നത് വിരക്തിയോടുകൂടി സാധന അനുഷ്ഠിക്കണം എന്നല്ലേ? എന്നാൽ ഇവിടെ ഭഗവാൻ പറയുകയാണ് വിരക്തി വരാതെ സാധന അനുഷ്ഠിക്കണം. എന്താ ഇപ്പം ഇതിൻ്റെ അർത്ഥം? ഇവിടെ ഒരു ആളെ കുഴക്കണ പരിപാടി ഉണ്ടല്ലോ. പ്രത്യേകിച്ച് യോഗത്തെ നിർവചിച്ചപ്പോഴും ഒരു വളഞ്ഞ ഭാഷയാണ് പറഞ്ഞത്. വിയോഗമാണ് യോഗം. എന്താ അങ്ങനെ പറയാൻ കാരണം? നമുക്ക് ക്രമമായി ശ്രദ്ധിക്കാം, ഓരോ പദമായി ശ്രദ്ധിക്കാം. അധികം വിസ്തരിക്കാൻ സമയം ഉണ്ടാവില്ല, സാമാന്യമായിട്ട് നോക്കൂ. അപ്പം നമ്മുടെ ചിത്തം, അന്ധക്കരണം ക്ഷിപ്തം, വിക്ഷിപ്തം, വിക്ഷിപ്തം മൂഢം, വിക്ഷിപ്തം, ഏകാഗ്രം, നിരുദ്ധം എന്നിങ്ങനെ 5 ഭൂമികകളിലാണ് നിലകൊള്ളുന്നതെന്ന് കഴിഞ്ഞ ദിവസം വിസ്തൃതമായി പറയുകയുണ്ടായി. ആരെങ്കിലും അന്ന് പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ഹ്രസ്വമായി പറയാം. ഏറ്റവും ചുരുക്കമായിട്ട് കലങ്ങി മറിഞ്ഞിരിക്കുന്ന അന്ധക്കരണത്തിൻ്റെ സ്ഥിതിയാണ് ക്ഷിപ്തം. ആ അന്ധക്കരണത്തിൻ്റെ ഇളക്കം അല്പം കുറഞ്ഞിരിക്കുന്നു, പക്ഷേ കലക്കം പോയിട്ടില്ല. ആ സ്ഥിതിയാണ് മൂഢം. ചിലപ്പോൾ കലങ്ങി മറിഞ്ഞിരിക്കും, ചിലപ്പോൾ പ്രശാന്തമായിരിക്കും, വീണ്ടും കലങ്ങി മറിയും, വീണ്ടും പ്രശാന്തമാകും. അങ്ങനെയുള്ള അന്ധക്കരണത്തിൻ്റെ സ്ഥിതിയാണ് വിക്ഷിപ്തം. അതിൽ പ്രശാന്തത അനുഭവിക്കുന്ന സന്ദർഭത്തിൽ യോഗസാധനയിലേക്ക് മനുഷ്യന് പ്രവേശിക്കാം. അങ്ങനെ സാധനാനിഷ്ഠനാകുമ്പോൾ ക്രമേണ ക്രമേണ പ്രശാന്തതയുടെ ദൈർഘ്യം കൂടി വരികയും കലങ്ങി മറിയുന്നത് കുറഞ്ഞു വരികയും ചെയ്യും. അങ്ങനെ ക്രമേണ അന്ധക്കരണം ഉറച്ചിരിക്കുന്ന അവസ്ഥാവിശേഷം വരും. അതാണ് ഏകാഗ്രം. എന്നാൽ ഏകാഗ്രതയിലും സാധന ഉണ്ടായിരിക്കണം. സാധന നിന്നു പോയാൽ അന്ധക്കരണം വീണ്ടും ഇളകി മറിഞ്ഞ് കലയും. എന്നാൽ ആ ഏകാഗ്രസ്ഥിതിയിൽ സൂക്ഷ്മ സാധനകളിലേക്ക് കൂടുതൽ പ്രവേശിക്കുമ്പോൾ ക്രമേണ എല്ലാ വൃത്തികളും അടങ്ങി കാറ്റില്ലാത്തിടത്ത ദീപം പോലെ
അന്ധകരണം ഉറച്ചു നിൽക്കും. അതാണ് നിരുദ്ധം. അങ്ങനെ കാറ്റില്ലാത്തിടത്ത ദീപം പോലെ നമ്മുടെയൊക്കെ അന്ധകരണം എപ്പോഴാണോ ഉറച്ചു നിൽക്കുന്നത്, ഇപ്പം എല്ലാവർക്കും അത് സാധിക്കും. നോക്കൂ, ഭഗവത്ഗീത ശാസ്ത്രമാണ്. ഭഗവത്ഗീത പ്രമാണമാണ്. പ്രമാണമായതുകൊണ്ട്, ശാസ്ത്രമായതുകൊണ്ട് അത് വിഭിന്ന വ്യക്തികൾക്കനുസരിച്ച് അനുയോജ്യം അനനുയോജ്യം എന്നുള്ള ഭേദമുള്ളതാവരുത്. അങ്ങനെയാണെങ്കിൽ അത് ശാസ്ത്രം എന്ന് പറയാൻ അതിന് വിഷമമുണ്ട്. അതായത് ചിലർക്കത് സ്വീകാര്യമാണ്, ചിലർക്കത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാൽ അതിനെ ശാസ്ത്രം എന്ന് പറയാൻ നമുക്ക് വിഷമമുണ്ട്. ശാസ്ത്രമല്ലെങ്കിൽ പ്രമാണം എന്ന് പറഞ്ഞാൽ ആ പ്രമാണം എല്ലാവർക്കും പ്രമേയ യഥാർത്ഥമായ ജ്ഞാനത്തെ ഉണ്ടാക്കണം. പറഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കുക. യഥാർത്ഥ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നതാണ് ശാസ്ത്രം, പ്രമാണം. അപ്പോൾ അതിലേക്ക് പ്രവേശിച്ച് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അത് പ്രമേയം ഉണ്ടാക്കണം. ഇപ്പം പറയാണ്, ഇതിൽ നിന്ന് പ്രമ ഉണ്ടാവണമെങ്കിൽ വേറെ ചിലത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പിന്നെ അവന് പ്രമാണമല്ല. ഇതെന്തിന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇവിടെ പറയുന്ന ഫലസിദ്ധി എല്ലാവർക്കും പ്രാപ്യമാണ്. ഇത് പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവർക്കോ അല്ലെങ്കിൽ വിശേഷമായി ഇറക്കുമതി ചെയ്യപ്പെട്ടവർക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമുള്ളതാണെന്ന് പറഞ്ഞാൽ അതിനെ പ്രമാണം എന്ന് പറയാൻ പറ്റില്ല. ഇത് ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ ഇത് മുസൽമാന്മാർക്ക് മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ ഇത് ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ ഇത് ഭാരതീയർക്ക് മാത്രമുള്ളതാണ്, ആഫ്രിക്കക്കാർക്ക് മാത്രമുള്ളതാണ്, അമേരിക്കക്കാർക്ക് മാത്രമുള്ളതാണ്. അങ്ങനെ പറഞ്ഞാൽ അത് പ്രമാണമല്ല. പ്രമാണത്തിന് സർവകാലത്തിലും സർവദേശത്തിലും പ്രവൃത്തി ഉണ്ടാവണം. മനസ്സിലാക്കുക. എന്നാലേ ഇതിനെ പ്രമാണം എന്ന് പറയാൻ പറ്റും. ഗീത പ്രമാണമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന ഫലസിദ്ധി ആർക്കും പ്രാപ്യമാണ്. ആ പറയുന്ന വഴിയിലൂടെ സഞ്ചരിക്കണം. അതുകൊണ്ട് ചിത്തം ഉപരമിക്കുന്നു എന്ന് പറഞ്ഞതിൽ പ്രാപിക്കാൻ നമുക്കൊക്കെ സാധിക്കും. ഇപ്പം എന്താ വഴി പറഞ്ഞത്? യോഗസേവയാ നിരുദ്ധം. യോഗസേവ കൊണ്ട് നിരോധിക്കപ്പെട്ട ചിത്തം യാതൊരവസ്ഥയിലാണോ ഉപരമിക്കുന്നത്, സകല വിഷയങ്ങളിൽ നിന്നും തീർത്തും പിന്തിരിയുന്നത്, പലതിലേക്ക് ചിഹ്ന ഭിന്നമായി പോകാതെ തന്നിൽ സ്വരൂപസ്ഥിതിയിൽ ഒതുങ്ങിയിരിക്കണം. അപ്പം അവിടെ മുഖ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യോഗസേവയാ എന്നുള്ളതാണ്. യോഗസേവ കൊണ്ട്, യോഗാനുഷ്ഠാനം കൊണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു നേരത്തെ ഏറ്റവും പ്രാഥമിക അനുഷ്ഠാനം വരെ പറഞ്ഞു. ശുചൗദേശേ പ്രതിഷ്ഠാപ്യ ഇത്യാദി. അങ്ങനെയുള്ള സാധകൻ പാലിക്കേണ്ടുന്ന മര്യാദകളെക്കുറിച്ച് പറഞ്ഞു. നാത്യശ്നതസ്തു യോഗോസ്തി ഇത്യാദി. അപ്പം ഇങ്ങനെ പ്രാഥമികങ്ങളായ ചര്യകളടക്കം ഇവിടെ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൂടെ ക്രമമായി ഉയർന്ന് ക്രമികമായ പദ്ധതിയിലൂടെ യോഗസേവ ചെയ്ത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നലെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാനക്രമം. ഇനി ശ്രവണ മനന നിധിധ്യാസങ്ങളുടെ മാർഗം. ഇപ്പം ശ്രവണത്തിനോ ശ്രവണയോഗ്യത ആദ്യം നേടണം. നിഷ്കാമ കർമാനുഷ്ഠാനങ്ങളിലൂടെ സൂക്ഷ്മതയെ പ്രാപിക്കുന്നത്.
ഭക്തി സാധനകളിലൂടെ ക്രമികമായി, ഇവിടെയൊക്കെ ക്രമികമായി എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. അങ്ങനെ യോഗസേവയിലൂടെ യാതൊരവസ്ഥയിലാണോ ചിത്തം ഉപരമിക്കുന്നത്, ഇതാണ് ഒന്നാമത്തെ വ്യവസ്ഥ. രണ്ടാമത് പറയാണ്, യത്രച്ച ആത്മനാ ആത്മാനം പശ്യൻ ആത്മനി തുഷ്യതി. യാതൊരവസ്ഥയിലാണോ, ഈ യത്ര എന്ന് പറയുമ്പോൾ സപ്തമി വിഭക്തിയുടെ അർത്ഥമാണത്. ത്ര എന്നൊരു പ്രത്യയമുണ്ട്. ത്ര പ്രത്യയം എപ്പോഴും സപ്തമി അർത്ഥത്തിലാണ് വരിക. അത് യത് ശബ്ദത്തോട് ചേരുമ്പോഴാണ് യത്ര എന്ന് വരുന്നത്. തദ് ശബ്ദത്തോട് ചേർന്നാൽ തത്ര എന്ന് വരും. അതൊക്കെ എപ്പോഴും പ്രയോഗിക്കുന്ന ശബ്ദങ്ങളാണ്. അപ്പം യാതൊരവസ്ഥയിലാണോ തന്നാൽ തന്നെ ദർശിച്ച് തന്നിൽ സന്തോഷിച്ചു കഴിയുന്നത്. സാമാന്യമായി നമ്മൾ കാണുക എന്ന് പറയുമ്പോൾ കാണുന്നവൻ, കാണപ്പെടുന്നത്, കാഴ്ച എന്ന ത്രിപുടിയുണ്ട്. ത്രിപുടി എന്ന് പറഞ്ഞാൽ 3 പുടങ്ങളിൽ വിഭജിക്കപ്പെട്ടത്. ത്രിപുടി 3 പുടങ്ങളിൽ വിഭജിക്കപ്പെട്ടത്. ഏതാണ് 3 പുടങ്ങൾ? അറിയുന്നവൻ, അറിയപ്പെടുന്നത്, അറിവ്. കാണുന്നവൻ, കാണപ്പെടുന്നത്, കാഴ്ച. അല്ലെങ്കിൽ കേൾക്കുന്നവൻ, കേൾക്കപ്പെടുന്നത്, കേൾവി. ഇങ്ങനെ 3 പുടങ്ങളിലാണ് നമ്മൾ വിഷയജ്ഞാനം മുഴുവൻ നേടുന്നത്. നമ്മുടെ മുഴുവൻ വിഷയജ്ഞാനവും ഈ ത്രിപുടങ്ങളിൽ വിഭജിക്കപ്പെട്ടതാണ്, ത്രിപുടിയോടൊത്തതാണ്. എന്നാൽ ആ ത്രിപുടി ഒഴിഞ്ഞ സ്ഥിതിയെ കാണിക്കാനാണ് ആത്മനാ ആത്മാനം പശ്യൻ, തന്നാൽ തന്നെ കാണുന്നവൻ. അവിടെ കാണുന്നവൻ, കാണപ്പെടുന്നത് എന്ന വിശേഷം പോയി, ഭേദം പോയി. ഇവിടെ ഇതര വിപരീതങ്ങളായ, ഒന്നുകൂടി പറയാം, ഇതര വിപരീതങ്ങളായ കാഴ്ചകൾ ഒടുങ്ങി താൻ തന്നിലിരിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ പലതിലേക്ക് പോകുന്നു നിരന്തരം. അത് സൃഷ്ടിയാ തന്നെ അങ്ങനെയാണ് നമ്മുടെ ഘടന. ഉപനിഷത്ത് അതുകൊണ്ട് പറയും, പരാഞ്ചിഖാനി വിതൃണത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതിനാന്തരാത്മൻ എന്ന്. ഇതാണ് നമ്മുടെ ലോകസ്ഥിതി. ഖാനി ഇന്ദ്രിയങ്ങളെ പരാഞ്ചി വിതൃണത്, പുറമേക്ക് സഞ്ചരിക്കുന്നവയായി തീർത്തിരിക്കുന്നു. ആര്? സ്വയംഭൂ, ഈശ്വരൻ. തസ്മാത്, അതുകൊണ്ട് എന്താ ഗുണം? പരാങ് പശ്യതി, പുറമേയുള്ളതിനെ കാണുന്നു, പുറമുള്ളതിനെ കേൾക്കുന്നു, പുറമുള്ളതിനെ രുചിക്കുന്നു, പുറമുള്ളതിനെ മണക്കുന്നു, പുറമുള്ളതിനെ സ്പർശിക്കുന്നു. അപ്പം ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്ക് തുറന്നായിരിക്കണം നമ്മുടെ. അതുകൊണ്ട് പുറമേയുള്ള വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നു. അങ്ങനെ പുറമേയുള്ളതിൻ്റെ പിന്നാലെ ഓടുമ്പോൾ ആരാണ് താൻ എന്നുള്ളതിലേക്ക് പ്രവേശിക്കുന്നില്ല. കാണുന്നവനെ കാണുന്നില്ല, കേൾക്കുന്നവനെ കേൾക്കുന്നില്ല, ബാഹ്യവിഷയങ്ങളുടെ പിന്നാലെയാണ്. അത് സ്വതവേ ഉള്ളതാണ്. അവിടെയാണ് ഉപനിഷത്ത് നമ്മളോട് ഉപദേശിക്കുന്നത്, കശ്ചിത് ധീര, ഏതോ ഒരു ധീരൻ, അനേകായിരം പേരിൽ ഒരാൾ. പക്ഷെ അയാൾ ധീരനാണ്. ധീരൻ എന്ന് ഇന്നത്തെ കാലത്തൊക്കെ പറയുമ്പോൾ വലിയ വിഷമമാണ്. വളരെ ആലോചിച്ചിട്ട് വേണം വാക്കുകൾ ഇന്ന് പ്രയോഗിക്കുക. അർത്ഥം മാറിക്കൊണ്ടുവരികയാണേ ദിവസം തോറും വാക്കിനൊക്കെ. ഇല്ലേ? വലിയ പ്രശ്നമാണത്. ഭാഷയ്ക്ക് നിയതാർത്ഥമുണ്ട്. അത് വിഭിന്നമായി പ്രയോഗിച്ചാൽ ശുദ്ധപ്രയോഗം ഇല്ലാണ്ടാവും. നമ്മൾ ഭാഷാപരമായി വികലതയും ദരിദ്രതയും ഒക്കെ അനുഭവിക്കും.
ഇത് വളരെ പ്രധാനമാണ്. ഇത് പറയാൻ കാരണം ഇന്നിപ്പോൾ ധീരൻ എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും അവിവേകികളെയോ സാഹസികന്മാരെയോ ഒക്കെയാണ് പറയുന്നത് ധീരൻ. ഓടി വരുന്ന വണ്ടീൻ്റെ മുമ്പൊന്ന് പോയി സെൽഫി എടുത്തു. ട്രെയിൻ അങ്ങനെ ഓടി സ്പീഡിൽ വരിക. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ട്രെയിനുകളൊക്കെ ശബ്ദം കുറവുമാണ്. പണ്ടൊക്കെ വെച്ചാൽ 5 കിലോമീറ്റർ ദൂരെ നിന്ന് ശബ്ദം കേൾക്കും. അപ്പോഴാണ് റെയിൽവേ ട്രാക്കിൽ വന്നിട്ട് സെൽഫി എടുക്കുന്നത്. എവിടെ എത്തി ആലോചിച്ച് നോക്കൂ. മൃഗശാലയിൽ വലിയ ഫൈബറിൻ്റെ ചുമര്, ഫൈബർ ഗ്ലാസിൻ്റെ, അതിൻ്റെ മുകളിലൊരുത്തം വലിഞ്ഞ് കയറിയിട്ട് സെൽഫി എടുക്കുകയാണ്. എങ്ങനെയോ സെൽഫി എടുക്കുമ്പോൾ ആടിപ്പോയി താഴെ വീണു. സിംഹത്തിന് ഭക്ഷണമായി. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അവൻ്റെ സെൽഫ് സിംഹം എടുത്തു. അതിനാണ് സെൽഫി എന്ന് പറയുക. സെൽഫ് എടുക്കുന്നത് സെൽഫി. സിംഹം സെൽഫ് എടുത്തു. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും കഴിഞ്ഞതിന് മുമ്പത്തെ മാസം ഏതോ രാജ്യത്താ. ഇത് ധീരതയല്ല, ഇത് അവിവേകമാണ്. ഇത് കുട്ടികളെ പഠിപ്പിക്കണം നമ്മൾ. ഇത് അവിവേകമാണ്. അവിവേകത്തെ ധീരത എന്ന് വിളിച്ചാൽ ശരിയായ ധീരത എന്താണെന്നറിയില്ല. ഭാഷ വികലമായി പ്രയോഗിക്കരുത്. നമ്മളൊരു 30 കൊല്ലം മുമ്പ് നമ്മൾ പറഞ്ഞു, ആ മോളെ, മരുമകളെ അവൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. എന്താ അർത്ഥം? എന്താ മരുമകളെ അമ്മാവൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം? അവളെ നുള്ളി, അഥവാ അടിച്ചു, അഥവാ കുത്തി ഇടിച്ചു, അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞു എന്നേ അർത്ഥമുള്ളൂ. വേറൊരർത്ഥം ഇല്ല. ഭാഷയ്ക്ക് വേറൊരർത്ഥം ഇല്ല. എന്നാൽ ഇപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കൂ. ഇപ്പം എന്താ അർത്ഥം? അവളെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന അർത്ഥം. എന്തൊരു കഷ്ടം! ഞാൻ അനേകം വികല പ്രയോഗങ്ങൾ ഇപ്പം മാധ്യമങ്ങളിൽ എവിടെ ശ്രദ്ധിച്ചാലും ഭയങ്കര സന്തോഷം, ഭയങ്കര സുഖം, ഇതൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുക. എങ്ങനെയാണ് ഭയങ്കര സന്തോഷം ഉണ്ടാവുക അറിയില്ല. ഭയങ്കര സുഖം എങ്ങനെയാണ് ഉണ്ടാവുക? പേടിപ്പെടുത്തുന്ന സുഖം, പേടിപ്പെടുത്തുന്ന സന്തോഷം, അതൊക്കെ ഉണ്ടാവും, ഇല്ല എന്ന് പറയണില്ല. പക്ഷെ ആ അർത്ഥത്തിലല്ല പ്രയോഗിക്കണത്. അങ്ങനെ ഭാഷയെ ഹിംസിക്കരുത്. നമ്മളെങ്കിലും ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നവരെങ്കിലും ശുദ്ധ പ്രയോഗം ശീലിച്ചാൽ, ഒരിക്കലും ഞാൻ അശുദ്ധ പ്രയോഗം ചെയ്യില്ല, എൻ്റെ ചുറ്റുപാട് മുഴുവൻ അശുദ്ധ പ്രയോഗം ചെയ്തോട്ടെ, ഞാൻ ചെയ്യില്ല എന്ന് ഉറപ്പിക്കുക. ശുദ്ധ ഭാഷ പ്രയോഗിക്കുക. ഏത് ഭാഷയായാലും, അത് ഇംഗ്ലീഷായാലും മലയാളമായാലും സംസ്കൃതമായാലും ഏതായാലും, ഹിന്ദി ആയാലും ഏതായാലും, ശുദ്ധ ഭാഷയെ ഞാൻ പ്രയോഗിക്കും. ഇരിക്കട്ടെ. അപ്പോൾ കശ്ചിത് ധീര, ഏതോ ഒരു ധീരൻ പ്രത്യഗാത്മാനമൈക്ഷത്, തൻ്റെ ആത്മസ്വരൂപത്തെ കണ്ടു. എങ്ങനെ? ആവൃത്ത ചക്ഷുഹു, കണ്ണിനെ ആവൃത്തമാക്കി, ഉള്ളിലേക്കാക്കി. ഒരു ഹോസ്പിറ്റലിൽ പോയി കണ്ണ് ഡോക്ടറെ കണ്ട്, ഈ കണ്ണൊന്ന് ഉള്ളിലേക്കാക്കി തരുമോ സർജറി ചെയ്തിട്ട്? അതല്ല. പിന്നെ പുറമേക്ക് പരക്കം പായുന്നതിനെ ഉള്ളിലോട്ട് തിരിച്ചു വെച്ചു. എളുപ്പമാണോ? അല്ല. അതുകൊണ്ടാണ് കശ്ചിത് ധീര എന്ന് പറയുന്നത്. ഏതോ ഒരു ധീരൻ തൻ്റെ കണ്ണിനെ ഉള്ളിലേക്കാക്കി. കണ്ണിനെ ഉള്ളിലേക്കാക്കി എന്ന് പറഞ്ഞാൽ കണ്ണിനെ അല്ല അവിടെ അർത്ഥാക്കുന്നത്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് തുടങ്ങിയ സകല ജ്ഞാനേന്ദ്രിയങ്ങളെയും അന്തർമുഖമാക്കി. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്ന് പറയും ദേവിയുടെ നാമങ്ങളിൽ. അന്തർമുഖത നേടിയവർക്ക് വളരെ എളുപ്പത്തിൽ ആരാധിക്കപ്പെടുന്നവൾ. ബഹിർമുഖന്മാർക്കോ ലഭിക്കാൻ വളരെ ക്ലേശമാണ് എന്ന് പറയും. അപ്പോൾ ഇവിടെ കാണുന്നവൻ, കാണപ്പെടുന്നത്, കാഴ്ച എന്ന ത്രിപുടിക്ക് അപ്പുറത്തുള്ള ത്രിഭുവന സീമ കടന്ന് തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞു വിളങ്ങിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുവീലെന്നുപനിഷദുക്തി രഹസ്യമോർത്തിടേണം. ശ്രീനാരായണ ഗുരുദേവൻ പറയും, ത്രിപുടി മുടിഞ്ഞ് വിളങ്ങിടുന്ന ദീപം. ത്രിപുടി മുടിഞ്ഞിരിക്കുക. കാണുന്നവൻ, കാഴ്ച, കാണപ്പെടുന്നത് എന്നുള്ള ത്രിപുടി മുടിഞ്ഞിരിക്കുക. പിന്നെയോ തന്നിൽ താൻ തന്നാൽ ആനന്ദിച്ചു കഴിയുന്നു.
ഈ കോഴിക്കോട് സുദീർഘകാലം ജീവിച്ചിരുന്ന വേദാന്തി പാടി, ജീവിതം മറ്റൊരാൾക്ക് പകുക്കാൻ തികയാഞ്ഞ് ഞാൻ എന്നെ തന്നെ വേളി കഴിച്ചു കൂടിയിടുന്നു. വേളി കഴിച്ചിട്ടില്ല എന്നില്ല. ആരെയാ വേളി കഴിക്കുന്നേ? എന്നെ തന്നെ. ആര്? ഞാൻ തന്നെ. എന്തുകൊണ്ട് പകുക്കാൻ വയ്യ? ഈ ത്രിപുടി മുറിച്ച് കാഴ്ച കാണുന്നവനെന്ന് മുറിക്കാൻ വയ്യ. അതുകൊണ്ട് തികയില്ല. കാരണം എന്നെ എങ്ങനെ മുറിക്കുക? അഖണ്ഡനാണ് ഞാൻ. അഖണ്ഡിതമായിരിക്കുന്ന ആത്മസ്വരൂപത്തെ മുറിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വേളി കഴിച്ചു കൂടുകയാണ്. ചിന്തിക്കൂ. ആത്മാനം പശ്യത് ആത്മനി തുഷ്യതി. തന്നിൽ സന്തോഷിക്കുന്നു. തൻ്റെ അനന്ത സ്വരൂപത്തിൽ അവൻ അമർന്നിരിക്കുകയാണ്, ആനന്ദിയാണ്. ഇനി ചോദിക്കട്ടെ, തന്നിലല്ലാതെ വേറെ എവിടെയാ ആനന്ദം ഉള്ളത്? ലോകത്തിൽ ഇന്നേ വരെ ഇത്രക്കേറെ വിഷയങ്ങളുടെ പിന്നാലെ നിരന്തരം സുഖത്തിനായി ഓടിയിട്ടും ആരെങ്കിലും പൂർണ്ണ സുഖായി എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? അറിയില്ല. ഉണ്ടെങ്കിൽ പറയാം. എനിക്ക് പൂർണ്ണ സുഖായി, ഞാൻ കൃതാർത്ഥതയോടുകൂടി പോവുകയാണ് എന്ന് ഏതെങ്കിലും ബാഹ്യ വിഷയാന്വേഷണം ചെയ്ത ഒരാൾ ഇന്ന് വരെ ഈ ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? മറുപടി ഇല്ല എന്നാണ്. സുഖം ഉണ്ടായി, പക്ഷെ കുറച്ചും കൂടിയൊക്കെ അത് അപ്പം കിട്ടും, കുറച്ചും കൂടി അതിൻ്റെ അപ്പുറത്ത് കിട്ടുമായിരിക്കും. ഈ ലോകത്തിൽ എല്ലാ വിഷയങ്ങളും അനുഭവിച്ചു, എല്ലാം, എന്നിട്ടും സുഖതൃഷ്ണ പോകുന്നില്ല. അപ്പോഴാ പറയണത് സ്വർഗത്ത് പോയാൽ ഇതിനേക്കാൾ സുഖം കിട്ടും. അതുകൊണ്ട് ഹിന്ദുക്കളും സ്വർഗം ഉണ്ടാക്കി, മുസ്ലിങ്ങളും സ്വർഗം ഉണ്ടാക്കി, ക്രിസ്ത്യാനികളും സ്വർഗം ഉണ്ടാക്കി, സകലമാന ജനങ്ങളും സ്വർഗം ഉണ്ടാക്കി. എന്താ ഇപ്പൊ സ്വർഗത്തിൽ പോയാൽ അവിടെ വലിയ സുഖമുണ്ട്. അപ്പൊ ഇവിടത്തെ ഒന്നും പോരേ? ഇത് പോരാഞ്ഞിട്ടാ. അപ്പൊ ഇത് മതിയായിട്ടില്ല. ഇത്ര കാലം ജീവിച്ചിട്ട് മതിയായിട്ടില്ല. അപ്പോഴാ പറയണ വലിയ ജീവിതം അവിടെ ഉണ്ട്. ഇത് ചെറിയൊരു ജീവിതമേ ഉള്ളൂ. ഇവിടെ വളരെ ചെറിയൊരു ജീവിതം. മാക്സിമം പോയാൽ 100 കൊല്ലം. ശതായുർവൈ പുരുഷ. എന്നാൽ അവിടെ പോയാൽ ദീർഘകാലം. അവിടെ എന്തൊക്കെ ഉണ്ടാവും? തിന്നാൻ, കുടിക്കാൻ, പാട്ടുകൾ, ഡാൻസുകൾ, അപ്സരസുകളുടെ നൃത്തങ്ങൾ, ഗന്ധർവന്മാരുടെ സംഗീതങ്ങൾ, നല്ല 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 ഒന്നാം തരം ഭക്ഷണ പദാർത്ഥങ്ങൾ. കുടിക്കാനൊന്നും ഒരു കണക്കില്ല. തളം കണക്കിന് ആ മദ്യമൊക്കെ ഒഴിച്ചു വെച്ചിട്ടുള്ള. അത് ഹിന്ദുക്കളുടെ സ്വർഗം. അപ്പോഴാണ് മുസ്ലിങ്ങളുടെ സ്വർഗത്തിൽ നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് തന്നെ 72 ഹൂറികൾ വരും. അവർ മദ്യം നിങ്ങൾക്ക് പാത്രങ്ങളിൽ കൊണ്ടുത്തരും. മറ്റിടത്ത് പോയി കഴിഞ്ഞാൽ കർത്താവിൻ്റെ തിരുസന്നിധി അനുഭവിക്കാം. ഒറ്റ ചോദ്യം, ഈ പറയുന്ന ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും ഒറ്റ ചോദ്യം, എടാ നീ കണ്ടിട്ടുണ്ടാ? നീ അനുഭവിച്ചിട്ടുണ്ടാ? ഇല്ല. എഴുതി വെച്ചോ പോയ ആളാണോ, ജീവിച്ച ആളാണോ, മരിച്ച ആളാണോ? ഏതെങ്കിലും മതഗ്രന്ഥം എഴുതിയ ആൾ മരിച്ച ആളാണോ, ജീവിക്കുന്ന ആളാണോ? ജീവിക്കുന്ന ആളാ, മരിച്ച ആളല്ല. പിന്നെന്താ അതിൻ്റെ അർത്ഥം? മരിച്ച ശേഷമുള്ള ലോകത്തെക്കുറിച്ച് എഴുതി വെക്കുന്നത് ജീവിച്ചിരിക്കുന്നവനാ. ചിന്തിക്കുക. ശരി, മനുഷ്യനെ സന്മാർഗത്തിലേക്ക് നയിക്കാനാണിത്. അവന് ഉയർന്ന ചില പ്രതീക്ഷകളും ചില ലക്ഷ്യങ്ങളും നൽകി അവനെ സന്മാർഗത്തിൽ നയിക്കാനാണെന്ന് പറഞ്ഞാൽ ശരി, സന്തോഷം, 100% സ്വീകരിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിനക്ക് നരകം കിട്ടും, അവിടെ കഷ്ടപ്പാടാണ് എന്ന് പറഞ്ഞിട്ട് അവനെ സന്മാർഗത്തിൽ നിയോഗിക്കാൻ വേണ്ടി നരകസങ്കല്പം പറഞ്ഞു എന്ന് പറഞ്ഞാൽ സന്തോഷം. അതിൽ കവിഞ്ഞ് സ്വർഗവും നരകവും കണ്ടവനാണോ എഴുതി വെച്ചത്? ചിന്തിച്ചു നോക്കുക. അപ്പം ഈ ലോകത്തിലെ സകല സുഖഭോഗങ്ങളെ അനുഭവിച്ചിട്ട് തൃപ്തി വരാതെയാണ് അവിടെ പോയാൽ കിട്ടുന്ന ആൾ. അപ്പോഴാണ് ഉപനിഷത്ത് പറയണത് യദേവേഹ തദമുത്ര
യദമുത്ര തദന്വിഹ. ഇവിടെ എന്താ ഉള്ളത് വെച്ചാൽ അത് തന്നെയാ അവിടെ, അവിടെ എന്താ ഉള്ളത് വെച്ചാൽ അത് തന്നെയാ ഇവിടെ. പിന്നെ ഇവിടെ അടങ്ങിയിരുന്നാൽ പോരെ. ഇതങ്ങോട്ട് മനസ്സിലാക്കിയാൽ തന്നെ നാട്ടിൽ മതപരിവർത്തനം പകുതിയല്ല മുക്കാലും നിൽക്കും. കാരണം സ്വർഗത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ഏജൻസികളായിട്ട് അവരൊക്കെ വരുന്നത്. അതുകൊണ്ട് ആത്യന്തികം സുഖം, തന്നിൽ തന്നെ കണ്ട് തന്നാൽ സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ തന്നിലല്ലാതെ മറ്റെവിടെയും പരമമായ സുഖമുണ്ടെന്ന് ഒരാളും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, പറയാൻ സാധിക്കില്ല. തന്നിൽ മാത്രമേ ആത്യന്തികമായ സുഖമുള്ളൂ. ആ ആത്യന്തികമായ സുഖത്തെ എപ്പോഴാണോ അനുഭവിക്കുന്നത്, എന്താണ് ആ സുഖത്തിൻ്റെ സ്വഭാവം? സുഖം ആത്യന്തികം യത് തത് ബുദ്ധിഗ്രാഹ്യം. ബുദ്ധിഗ്രാഹ്യമായിരിക്കുന്ന സുഖം. എന്ത് സുഖം? ആത്യന്തികം. അന്തം അതീത്യവർത്തത. ഇത് അവസാനമില്ലാത്തത്. നേരത്തെ പറഞ്ഞ ത്രിപുടിരഹിതമായത്, അതാണ് ആത്യന്തികം. സാമാന്യമായി നമുക്ക് ഏത് സുഖമുണ്ടോ അതൊക്കെ അന്തമുള്ളതാണ്. ഒരാൾ പറഞ്ഞു, എനിക്ക് എന്താ സുഖം? എനിക്ക് സുഖം നല്ല കോഴിക്കോട് അല്ലേ, കോഴിക്കോടാകുമ്പോൾ കോഴിക്കോട് വിശേഷമായിട്ടുള്ളത് പറയാം. കോഴിക്കോടൻ ഹൽവ, അതാണ് ഒന്ന്. പിന്നെ കോഴിക്കോട് വിശേഷമുണ്ട് ജാഗരി, കോഴിക്കോടൻ ജാഗരി, അതും വിശേഷം. ലഡു ഇല്ല കേട്ടോ, ലഡു പറഞ്ഞേക്കരുത്, കോഴിക്കോടിൻ്റെ വിശേഷമല്ല. അപ്പം നല്ല കോഴിക്കോടൻ ജാഗരി കഴിക്കണതാണ് എനിക്കിഷ്ടം, അല്ലെങ്കിൽ ഹൽവ കഴിക്കണതാണ്. ശരി സ്വാമി, സന്തോഷം. ഞാൻ വിചാരിച്ചില്ല അയാൾ പിറ്റത്തെ പ്രാവശ്യം എന്നെ കാണാൻ വരുമ്പോൾ 2 കിലോഗ്രാം ജാഗരിയും കൊണ്ടാണ് വന്നത്. തന്നു, സന്തോഷമായി. ഒന്നും കൂടി കഴിച്ചോളൂ സ്വാമി. അത് പോരെ, പിന്നെ കഴിച്ചാൽ പോരെ, അത് പോരപ്പോൾ കഴിക്കണം. ഓ ആയിക്കോട്ടെ, സന്തോഷം. 2 കഴിച്ചു, 3 കഴിച്ചു, മതി, ഇനി വയ്യ. മര്യാദയ്ക്ക് കഴിക്കാനാണ് പറഞ്ഞത്. സ്വാമിക്ക് വേണ്ടിയാണ് ഞാൻ വാങ്ങി കൊണ്ടുവന്നത്. അയ്യോ ഇനി വയ്യ കേട്ടോ, കഴിച്ചേ മതിയാവും. അവൻ്റെ ആകാരവും അവൻ്റെ എന്താ പറയേണ്ടത് ഭാവവും അവൻ്റെ ശാരീരവും എല്ലാം കൂടി അങ്ങോട്ട് ആയപ്പോൾ ഞാൻ 5 എണ്ണം കഴിച്ചു. ഇനി പറ്റില്ല. മര്യാദയ്ക്ക് കഴിക്കാനാണ് പറഞ്ഞത്, ഒരു രക്ഷയില്ല. ഇനി അവനെ പേടിച്ച് കഴിച്ചാലും ഛർദ്ദിക്കുകയല്ലാതെ അങ്ങോട്ട് പോവില്ല. ഇതുപോലെയല്ലേ എല്ലാ വിഷയസുഖങ്ങളും എന്നാലോചിക്കുക. എല്ലാം വല്ലാതെ ശരീരത്തിനും മനസ്സിനും എല്ലാം ക്ലേശമായിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴാണ് അമ്മ അടുത്ത് വന്ന് തലോടുന്നത്. എന്തൊരു സുഖ! അമ്മ അടുത്തിരുന്നങ്ങനെ തലോടുമ്പോൾ ഒരു സുഖം. അമ്മയുടെ തലോടൽ പോലെ മറ്റാരുടെയും തലോടലില്ല. കുറച്ചു നേരം കഴിഞ്ഞു, ഉറക്കം വന്നു, അമ്മ പോണില്ല, അമ്മ തലോടിക്കൊണ്ടിരിക്കുക. അല്ല അമ്മയ്ക്ക് ഉറങ്ങണ്ടേ? അല്ല മോന് സുഖമായതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് തലോടാന്ന് വെച്ചിരിക്കുക. കുറച്ചു നേരം കഴിഞ്ഞാൽ ഭാഷ മാറും. നമ്മുടെ അമ്മയ്ക്ക് ഉറങ്ങൊന്നും വേണ്ടേ, അമ്മ പോയിക്കോളൂ. ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം എന്ന് പറഞ്ഞാൽ എന്താവും സ്ഥിതി? ചിന്തിക്കുക. ഇതുപോലെ കാമുകനുമായി ചേരുന്നതോ കാമുകിയുമായി ചേരുന്നതോ പ്രകൃതി ദൃശ്യങ്ങൾ കാണുന്നതോ എന്ത് വേണമെങ്കിൽ സങ്കല്പിച്ചോളൂ, ഇഷ്ടഭോജനങ്ങൾ അനുഭവിക്കുന്നതോ എല്ലാം ഒരു തലം വരെ സുഖമാണ്. അത് കഴിഞ്ഞാൽ സുഖമില്ല, അതും കഴിഞ്ഞാൽ ദുഃഖമാണ്. അതൊന്നും ആത്യന്തിക അല്ല, എല്ലാം ആപേക്ഷിക സുഖമാണ്. സുഖം ആപേക്ഷികം, ഇതോ സുഖം ആത്യന്തികം, ആത്യന്തികമായ സുഖം. അന്തം അതിഥ്യവർത്തത. ഇത് അന്തമില്ലാത്തത്, അനന്തമായ സുഖം. അതിൻ്റെ വിശേഷം അത് അതീന്ദ്രിയമാണ്, ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ച് നിൽക്കുന്നതാ. ഇന്ദ്രിയജനിതമായ സുഖം മുഴുവൻ ആപേക്ഷികമാണ്. എനിക്കൊരു ഇന്ദ്രിയജനിതമായ ഏതെങ്കിലും ഒരു സുഖം ഉണ്ടായിച്ചോളൂ, സന്തോഷം തന്നെ. അതിനേക്കാൾ കേമായിട്ട് വേറൊരാൾക്ക് കാണുമ്പോഴോ സുഖം കൂടിയോ കുറഞ്ഞോ? എന്താ അഭിപ്രായം? അപ്പം ഞാൻ എന്തെങ്കിലും ഒന്നിനെ നല്ല സുഖമായിട്ട് വെച്ചുകൊണ്ടിരിക്കുക, ഏതെങ്കിലും ഒന്ന്, അത് ഏതാന്നുള്ള ഓരോരുത്തരും
മനസ്സിൽ വിചാരിച്ചോളാം. കാരണം ഒരാൾക്ക് സുഖം കാണുന്നതാവില്ല വേറൊരാൾ സുഖം കാണുക, ആപേക്ഷികമാണ്. അപ്പം നമ്മൾ എന്തിനെ സുഖദായകമായി വിചാരിക്കുന്നോ അതിൻ്റെ പ്രാപ്തിയിൽ നമുക്ക് സുഖമുണ്ട്. പക്ഷെ അതിനേക്കാൾ കേമായിട്ട് അപ്പുറത്ത് കാണുമ്പോഴോ സുഖാണോ ദുഃഖാണോ? ചിന്തിച്ചു നോക്കുക, ആരും പറയണ്ട. അതാണ് അതീന്ദ്രിയ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതൊക്കെ ഇന്ദ്രിയജനിതമായ സുഖങ്ങളുടെ വിശേഷം. ഇതല്ല, ഇത് അതീന്ദ്രിയം. ഇന്ദ്രിയത്തെ കൊണ്ട് അറിയാൻ പറ്റില്ല. അവിടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കില്ല, പ്രവേശിക്കില്ല. യദ്വാച അനഭ്യുദിതം യശ്രോത്രേണ ന ശൃണോതി യച്ചക്ഷുഷാ ന പശ്യതി എന്ന് തുടങ്ങി അനേക മന്ത്രങ്ങൾ ഉപനിഷത്ത് പറഞ്ഞു തരും. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, ചെവി കൊണ്ട് കേൾക്കാൻ കഴിയാത്ത, മൂക്ക് കൊണ്ട് മണക്കാൻ കഴിയാത്ത. അപ്പം പിന്നെ എങ്ങനെ അറിയുമെന്ന് ചോദ്യം. അതൊക്കെ പുറമെയുള്ളതിനറിയാനല്ലേ. പുറമേയുള്ള അറിയൽ നിർത്തി തന്നിൽ താനായി ഒതുങ്ങുകയാണ് ഇവിടെ. അപ്പം അതെങ്ങനെ അറിയും? സൂക്ഷ്മ ബുദ്ധി കൊണ്ടറിയണം. ബുദ്ധിഗ്രാഹ്യം, അതിസൂക്ഷ്മ ബുദ്ധി കൊണ്ട്. നമ്മുടെ ബുദ്ധി പലതിലേക്ക് ഛിന്ന ഭിന്നമായി പോകുന്നത് നിന്ന് തന്നിലേക്കൊതുങ്ങി, തന്നിൽ താനായി ഒതുങ്ങി സുഖം. ഇതൊരു ഹൃദ്യമായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു തന്നത്. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഇതിൽ കവിഞ്ഞൊരു ലക്ഷ്യം ഇല്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ സ്വീകാര്യമല്ല. കാരണം നമ്മളെല്ലാം അന്വേഷിക്കുന്നത് സുഖത്തെയാണ്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും സുഖം വേണ്ടാന്ന് പറയിച്ചാൽ ഒന്ന് പറയുക, എനിക്ക് ദുഃഖം വേണം, അല്ലെങ്കിൽ എനിക്ക് സുഖം വേണ്ട, ഉണ്ടാവില്ല. എല്ലാവരും അന്വേഷിക്കുന്നത് സുഖ. വാഴണം വാഴണം സുഖം. ഈ ആത്യന്തികമായ ബുദ്ധിഗ്രാഹ്യമായ സുഖം എപ്പോഴാണോ അറിയുന്നത്, പിന്നെ സ്ഥിതഃ നിലകൊള്ളുന്നവൻ തത്വതഃ ന ചലതി. ഏതവസ്ഥയിൽ നിലകൊള്ളുന്നവനാണോ തൻ്റെ പാരമാർത്ഥിക ഭാവത്തിൽ നിന്ന് ഇളകാത്തത്. നമ്മുടെ പാരമാർത്ഥിക ഭാവത്തിൽ നിന്ന് നമ്മൾ ഇളകുന്നത് ക്രിയയാണ്. ആ ക്രിയ എന്താണ്? എന്തോന്ന് നേടാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ ചോദിക്കുക എന്ന് വിചാരിച്ചോളൂ നമ്മളോട്, എന്തങ്ങനെ നടക്കാണ്ടിരിക്കണം? എന്താ എവിടെ നടക്കാനല്ലേ കാരണം വേണ്ടത്, ഇരിക്കാൻ കാരണം വേണോ? ഒരാൾ ചോദിക്കുക, എന്താ മിണ്ടാത്ത? എവിടെ മിണ്ടാൻ കാരണം വേണ്ട, എന്താ മിണ്ടാതിരിക്കണത്? എന്താ മിണ്ടാത്തതെന്നുള്ള ചോദ്യം വരുന്നില്ല. എന്താ മിണ്ടണമെന്നാ ചോദിക്കേണ്ടത്. നീ എന്താ മിണ്ടണത് എന്നാ ചോദിക്കേണ്ടത്, ഇല്ലേ? പറഞ്ഞ മനസ്സിലായില്ല? പ്രവൃത്തിക്കൊരു കാരണം വേണം, പ്രവൃത്തി അഭാവത്തിന് കാരണം വേണ്ട. ഇത് ശ്രദ്ധിക്കണം. ഇത് ആരും തെറ്റായി വ്യാഖ്യാനിക്കരുത്. പ്രവൃത്തി ചെയ്യാൻ നിയോഗിക്കപ്പെട്ട സമയത്ത് പ്രവൃത്തി അഭാവം വന്നാൽ അതിന് കാരണം ചോദിക്കണം. ഓഫീസിൽ പോയി ഒപ്പിട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ആണോ ഒപ്പിട്ടത്, ഇരുന്നു പണിയെടുക്കണില്ല, എന്താ പണിയെടുക്കാത്തതെന്ന് ചോദിക്കണം. അത് വേണം. അവിടെ ഈ വേദാന്തം തിരിച്ച് ചോദിക്കരുത്. അത് പാടില്ല. നമ്മൾ രണ്ടുപേരും നടക്കാൻ പോയപ്പോൾ ഒരാൾ ഇരുന്നു, അപ്പോൾ എന്താ ഇരിക്കണമെന്ന് ചോദിക്കണം. അത് ശരിയാ, കാരണം നടക്കാനാണ് പോയത്. എന്നാൽ സാമാന്യമായി പ്രവൃത്തിക്കാണ് ഹേതു വേണ്ടത്, പ്രവൃത്തി അഭാവത്തിന് ഹേതു വേണ്ട. അപ്പോൾ തന്നിൽ താനായിരിക്കുന്ന ആള് തൃപ്തനാണ്, പരിതൃപ്തൻ, സന്തുഷ്ടൻ. ആത്മനി തുഷ്യതി എന്ന് നേരത്തെ പറഞ്ഞു. തന്നിൽ സന്തോഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റൊരു കാരണത്തിലേക്ക് പോകുന്നില്ല, ഇളകില്ല. എങ്ങോട്ടിളകാൻ, എന്തിനിളകാൻ? ഉറച്ചു, തന്നിൽ ഉറച്ചു. അവനാണ് സ്വസ്ഥൻ. തന്നിൽ ഉറച്ചിരിക്കുന്നവൻ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്, സ്വസ്ഥൻ. ഇല്ലേ? പഴയ ആധാരങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇല്ലേ?
സ്വസ്ഥം. ഇനി അതിന് തമാശ ഉണ്ട്, എന്താ വായിച്ച ഒരു പിടി കിട്ടാത്തൊരു വാക്കുണ്ട്, സ്വസ്ഥം കൃഷി. അതെങ്ങനെയാണ് സ്വസ്ഥം കൃഷിയാവുക? കൃഷി ഉണ്ടെങ്കിൽ സ്വസ്ഥമല്ല, സ്വസ്ഥമാണെങ്കിൽ കൃഷിയുമില്ല. പക്ഷെ അത് അങ്ങനെ പഴയ ആധാരങ്ങളിൽ കണ്ടിട്ടുണ്ട്. ശങ്കുണ്ണി നായർ ഭാര്യ വീട്ടിൽ സ്വസ്ഥം കൃഷി എന്നൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് ചിലതിൽ. അവിടെ നമ്മൾ സ്വസ്ഥം എന്ന് പറയുന്നത് അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ട്, തിരക്കിടൊന്നുമില്ല, സ്നേഹസമ്പന്നനായ പതിയുണ്ട്, അല്ലെങ്കിൽ സ്നേഹസമ്പന്നയായ പത്നിയുണ്ട്, കുട്ടികളൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാവരും സ്നേഹിച്ച് കൂടെ ഉണ്ട്, രോഗം ക്ലേശങ്ങളൊന്നുമില്ല, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ സ്വസ്ഥം എന്ന് പറയും. പക്ഷെ ഈ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് ഇല്ലേണ്ടായിയോക്കട്ടെ, ഈ പറയാത്ത എന്തെങ്കിലും ഒന്ന് ഉണ്ടായിയോക്കട്ടെ, അപ്പോൾ ആകെ വ്യാകുലതയായി. എടാ നീ എന്നെ ഇന്നലെ സ്വസ്ഥനെന്ന് പറഞ്ഞത്, അതെ ഇന്നോ, ഇന്ന് അസ്വസ്ഥനാ സ്വാമി. അതല്ലത്, ഇത് തന്നിൽ താനായിരുന്നതിൽ നിഷ്ഠ കൈവന്നു, ഇനി ഇളക്കല്ല. സ്ഥിതശ്ചലതി ന ചലതി തത്വതഃ, തൻ്റെ പാരമാർത്ഥിക ഭാവത്തിൽ നിന്ന് ഇളകണില്ല. ആനന്ദം. ചിന്തിക്കുക. യം ലബ്ധ്വാ ച അപരം ലാഭം തതഃ അധികം ന മന്യത്തെ. യാതൊന്നിനെ ലഭിച്ചാൽ പിന്നെ അതിനേക്കാൾ അധികമായിട്ട് മറ്റൊന്നിനെ മാനിക്കുന്നില്ല. സാധാരണഗതിയിൽ നമുക്കിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചിദാനന്ദപുരസ്വാമിക്ക് ഇപ്പോൾ തന്നു എന്ന് വിചാരിച്ചോളൂ, ഒരു 10 ഉറുപ്പ്യ തന്നു. അപ്പോൾ തോന്നുന്നത് എന്താ, ഇതൊരു 50 തന്നൂടെ ഇരുന്നോ, 50 തന്നാലോ ഒരു 100 ആയി കൂടെ ഇരുന്നോ, 100 തന്നാലോ ഒരു 500, വെറുതെ 500 നോട്ടുണ്ടാക്കിയത് തന്നൂടെ ഇരുന്നോ, 500 തന്നാലോ എന്തിനത് അദ്വൈതാക്കിയത്, ദ്വൈതാക്കിക്കൂടെ ഇരുന്നോ, 2 500 നോട്ട് ഇങ്ങനെ പോവും. അതിനറ്റമില്ല. ഇത് പൈസയുടെ വിഷയത്തിലല്ല, ലോകത്തിൽ വൈഷയികമായ എല്ലാ സുഖങ്ങളുടെ വിഷയത്തിലും പിന്നെയും പിന്നെയും നമ്മൾ അതിനപ്പുറത്തുള്ളത് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അതിനപ്പുറത്തുള്ളത്. എന്നാൽ യാതൊന്നിനെ ലഭിച്ചാൽ പിന്നെ അതിനുപരി മറ്റൊന്ന് ലഭിക്കേണ്ടതായിട്ടില്ലയോ, പൂർണ്ണമായി ആനന്ദമഗ്നനായി. ഇനി ഇതിനപ്പുറത്തൊന്നും നേടാനില്ല. തന്നിൽ താൻ ഒതുങ്ങി, തന്നാൽ തന്നെ അറിഞ്ഞു. ഇനി ഇതിനപ്പുറത്തൊന്നുമില്ല. അതുകൊണ്ട് ആചാര്യൻ പറയും, ആത്മലാഭാത് പരോ ലാഭോ നാസ്തീതി കവയോ വിദുഹു. ആത്മലാഭത്തേക്കാൾ വലിയൊരു ലാഭമില്ല എന്ന് കവികൾക്കറിയാം, ക്രാന്തദർശിമാർക്കറിയാം. ഏറ്റവും വലിയ ലാഭം ആത്മലാഭം, തന്നെ നേടുക. അവിടെ പൂർണ്ണതയായി. താൻ അപരിമിത സ്വരൂപനാണെന്നറിഞ്ഞു. ദേശകാല വസ്തു പരിമിതികൾ തനിക്കില്ലെന്നറിഞ്ഞു. ആ അറിവിൽ ഉറച്ചു. അപ്പോൾ യാതൊന്നിനെ ലഭിച്ചാൽ അതിലുപരി മറ്റൊന്നില്ല. എന്തെല്ലാം പ്രലോഭനങ്ങളുമായി ആര് തന്നെ വന്നാലും അവിടെ വ്യതിചലനമില്ല തന്നിൽ നിന്ന്. ദേവേന്ദ്ര പദവി വന്നു, സന്തോഷം. ബ്രഹ്മാവിൻ്റെ പദവി വന്നു, സന്തോഷം. അത്രയേ ഉള്ളൂ. അയാൾക്ക് ഇളക്കല്ല. ഇനി തനിക്ക് ലഭിച്ച ദേവേന്ദ്ര പദവി ഇല്ലാതായി, ഒരു മാറ്റവും ഇല്ല. ഈ ലഭിച്ച ബ്രഹ്മാവിൻ്റെ പദവി ഇല്ലാണ്ടായി, ഒരു മാറ്റവും ഇല്ല. ഒരു ദ്വന്ദ്വത്തിനും അവിടെ ഭ്രമിപ്പിക്കാൻ സാധ്യമല്ല. ചിന്തിക്കുക. തുടർന്ന് പറയാണ് ആറാമത്തത്, യസ്മിൻ സ്ഥിതോന ദുഃഖേന ഗുരുണാപി വിചാല്യത്തെ. യാതൊന്നിൽ നിലകൊണ്ടാൽ, യാതൊരവസ്ഥയിൽ നിലകൊണ്ടാൽ വർദ്ധിതമായ ദുഃഖത്താൽ പോലും വ്യതിചലിക്കപ്പെടുന്നില്ലയോ, വിചലിപ്പിക്കപ്പെടുന്നില്ലയോ. ഇപ്പം സാമാന്യമായി നമുക്ക്
ഇവിടെ ഇരുന്ന് നമ്മൾ വിചാരം ചെയ്യുന്നു, തിരക്കേടൊന്നുമില്ല, 2 മണിക്കൂർ നേരം സുഖമായിട്ടിരിക്കാം, അത്യാവശ്യം കാറ്റുണ്ട്, ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്നത്, അടുത്ത വിശപ്പാവുന്നതിന് മുമ്പായിട്ട് തിരിച്ചു പോവുകയും ചെയ്യാം. അത് തിരക്കേടില്ല, പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഒന്നും കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു ചെറിയൊരു ദുഃഖസ്തുതി വന്നാൽ മതി, ഈ കേട്ടതുമില്ല ഈ പറഞ്ഞതുമില്ല. എന്തിനാ നീ വല്ലാതെ വിഷമിക്കണത്? ഈ മരണത്തെ നമുക്ക് ആർക്കെങ്കിലും തടുക്കാൻ പറ്റുമോ? ശരീരം പ്രാരബ്ധമുള്ളവരെ മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രാരബ്ധം കഴിഞ്ഞാൽ ശരീരം പോവും, എൻ്റെ ആയാലും നിൻ്റെ ആയാലും ഒക്കെ. അതുകൊണ്ട് നീ സമാധാനമായിരിക്കും എന്ന് ഉപദേശിക്കുകയാണ് അയൽക്കാരിയെ. വലിയൊരു ബോട്ടപകടം നടന്നു, കുറേ കുട്ടികൾ മരിച്ചു. അതിൽ കുട്ടി മരിച്ച അമ്മയെയാണ് സമാധാനിപ്പിക്കണത് അയൽവാസി. അപ്പോഴാ ഒരാൾ ഓടി വരുന്നത്, നിന്റെ മോനും പെട്ടിട്ടുണ്ട്. ഉടനെ നെഞ്ചത്തടിച്ചു കരയാൻ തുടങ്ങി. അയ്യോ എനിക്കിത് വന്നല്ലോ. അപ്പം ഇത്രയും നേരം പറഞ്ഞെന്താ? രാമായണത്തിൽ വളരെ സുന്ദരമായൊരു ഭാഗമുണ്ട്, അധ്യാത്മരാമായണത്തിൽ. വാൽമീകിയിലില്ല കേട്ടോ, വാൽമീകീയത്തിലില്ല, അധ്യാത്മരാമായണത്തിൽ വളരെ സുന്ദരമായ ഭാഗമാണ്. ശ്രീരാമൻ്റെ തത്വോപദേശങ്ങളിൽ ഏറ്റവും കേമാണ് താരയോടുള്ള ഉപദേശം. എന്ത്? ആത്മാവിന് ജന്മമില്ല, മരണമില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ താരയോടുള്ള തത്വോപദേശം കഴിഞ്ഞ ഉടനെ രാമൻ എന്താ ചെയ്യണമെന്നറിയോ? നെഞ്ചത്തടിച്ചിട്ട് ലക്ഷ്മണനോട്, എൻ്റെ സീതയെ കാണുന്നില്ലല്ലോ, നമ്മളെങ്ങനെയാണ് ജീവിക്കുക? അപ്പട്ടെ തന്നെ ഘടിപ്പിച്ചു അധ്യാത്മരാമായണത്തിൽ. ഇതൊരു സുന്ദര, അത് കപട മാനുഷൻ, മഹാകള്ളൻ അല്ലേ? അല്ലാണ്ടെന്താ? അതാണ് കപട മാനുഷനാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഭഗവാൻ അറിഞ്ഞുകൊണ്ട് കളിച്ചതാ. അതുകൊണ്ടാണ് നമ്മൾ കപട മാനുഷൻ എന്ന് പറയണത്. അതുകൊണ്ട് നമ്മൾ കപട മാനുഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ വല്ല വിരോധമുണ്ടോ? ഹേയ്, നമ്മളാരെങ്കിലും പരസ്പരം കള്ളെന്ന് വിളിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ആ സ്റ്റേജിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വാ, ഞാൻ കാണിച്ചു തരാം പറഞ്ഞിട്ട് കാത്തു നിൽക്കും അവിടെ. എന്നാൽ നീ കള്ളാന്ന് വിളിച്ചില്ലേ? ഭഗവാൻ അറിയാം എന്തുകൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുവരെ താരയോട് നീ ആത്മാവാണോ, ആത്മാവിന് ജന്മമുണ്ടോ, മരണമുണ്ടോ, ബ്രഹ്മമാണോ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് പറഞ്ഞിട്ട് തിരിഞ്ഞിരുന്നിട്ട് നെഞ്ചത്തടിച്ച് കരയുകയാണ്. സീത ഇല്ലാണ്ട് നമ്മളെങ്ങനെ ജീവിക്കും? സീത പോയില്ലേ? ഹേ ലക്ഷ്മണ, കാലം എത്ര ദുഷ്ടനായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം യാതൊരവസ്ഥയിൽ ഇരുന്നാൽ വർദ്ധിതമായ ദുഃഖത്താൽ പോലും ബാധിക്കപ്പെടുന്നില്ലയോ? ഇത്രയേ ഉള്ളൂ ഇല്ലേ? ഇത് വരും പോവും. ആഗമാപൈനഹ, വന്നു പോകുന്നവയാണ്. അനിത്യാഹ, അതുകൊണ്ട് അനിത്യമാണ്. നമ്മുടെ ഏത് സുഖം ഉണ്ടെങ്കിലും ഓർമ്മിക്കുക, ഇത് വന്നു പോകുന്നതാണ്. ഏത് ദുഃഖം ഉണ്ടെങ്കിലും ഓർമ്മിക്കുക, ഇത് വന്നു പോകുന്നതാണ്. ഈ സ്ഥിതിയും മാറും. ഇത് ഓർമ്മിച്ചാൽ നന്നായി. ദുഃഖം വരുമ്പോഴും ഓർമ്മിക്കണം, സുഖം വരുമ്പോഴും ഓർമ്മിക്കണം. ഞാൻ മാറാതെ നിൽക്കുന്നവനാണ്. ഈ ബോധത്തിൽ അവന് വ്യതിചലനമില്ല. ഇത്രയും പറഞ്ഞിട്ട് പറയുകയാണ്, നോക്കൂ, യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേനാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യത്തെ. ഇത്രയും പറഞ്ഞിട്ട് പറയാണ്, തം വിദ്യാത്, അതിനെ മനസ്സിലാക്കിക്കോളൂ. എന്ത്? യോഗം ഇതി. യോഗം എന്നിതാണ് യോഗം. ഇതാണ് യോഗം. ബ്രാൻഡി യോഗ, വിസ്കി യോഗ, റം യോഗ, ഇതൊക്കെയുള്ള കാലാന്ന്. എന്തൊക്കെ ജാതി യോഗ എന്നുള്ളത് ആര് കണ്ടു?
എന്തൊക്കെയോ ഉണ്ട് യോഗത്തിൻ്റെ പേരിൽ നടക്കുന്നത്. ഇപ്പോഴാണ് ഭഗവാൻ പറയണത് തം വിദ്യാത് യോഗം. ഇതാണ് യോഗം എന്ന് മനസ്സിലാക്കൂ. എന്താ യോഗം? ദുഃഖ സംയോഗ വിയോഗം. ദുഃഖങ്ങളുമായി സംയോഗമുണ്ടാവുന്നതിൻ്റെ വിയോഗമാണ് യോഗം. നമ്മുടെ ആരുടെയും സഹജഭാവം ദുഃഖമല്ല, നമ്മുടെ സഹജഭാവം ആനന്ദമാണ്. എന്താ അഭിപ്രായം? സ്വാമിക്ക് അറിയാഞ്ഞിട്ടാണ് എൻ്റെ നാനാവിധ ദുഃഖങ്ങൾ എന്തൊക്കെയാണെന്ന് സ്വാമിക്ക് അറിയോ? ശരി, നിന്റെ സഹജഭാവം ദുഃഖമാണോ ആനന്ദമാണോ? ഏതാണ്? ചിന്തിക്കുക. എല്ലാ ദുഃഖങ്ങളും വന്നു ചേരുന്നത്. കർമേഘമണ്ഡലം സൂര്യനെ മറയ്ക്കുന്നത് പോലെ തൻ്റെ ആനന്ദഭാവത്തെ മറച്ചുകൊണ്ട് ദുഃഖമേഘങ്ങൾ വരും. പക്ഷെ നമ്മുടെ സഹജഭാവം ആനന്ദമാണ്. അതുകൊണ്ടാണ് നമുക്കേറ്റവും പ്രേമം നമ്മോടാണ്. അടുത്ത് പത്നിയോ പതിയോ സന്താനമോ ഒക്കെ ഉണ്ടെങ്കിൽ കള്ളം പറയും നമ്മൾ, അതിന് നമുക്കൊരു മടിയില്ല. ജീവിച്ചു പോണ്ടേ സ്വാമി ലോകത്തിൽ, അതുകൊണ്ടാണ്. പക്ഷെ സത്യം ഇതാണ്, ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി പ്രിയതമോ ഹി ആത്മാ. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് താൻ തന്നെയാണ്. എനിക്ക് ഏറ്റവും പ്രേമം എന്നോടാ. ഈ പലതുകൊണ്ടും മലയാളിക്ക് വേദാന്തം നല്ല ഹൃദിഷ്ഠ, പലതുകൊണ്ടും. അത് മലയാളി പറയാറുണ്ട്, നിന്നെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നൊക്കെ. കേൾക്കുമ്പോൾ മറ്റേ ആൾക്കൊരു പുളകമാണ്. വാസ്തവത്തിൽ എന്താ പറയുന്നത്? നിന്നെ ഞാൻ എനിക്ക് വേണ്ടി സ്നേഹിക്കുന്നു എന്നാ. നിന്നെ ഞാൻ ആത്മാർത്ഥം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി, വേറൊരർത്ഥം അതിനില്ല. അപ്പം നിന്നെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ എനിക്ക് വേണ്ടി സ്നേഹിക്കണോ. നീ വിചാരിക്കും നിന്നെ നിനക്ക് വേണ്ടി സ്നേഹിക്കുക എന്ന പരിപാടി ഇല്ല. വെറുതെ വിഡ്ഢിത്തൊന്നും വിചാരിക്കേണ്ട. പ്രിയതമം ആത്മാവാണ്. സ വിത്താത്പ്രേയ പുത്രാത്പ്രേയ. അത് ധനത്തേക്കാൾ പ്രിയപ്പെട്ടതാണ്, മക്കളെക്കാൾ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ പ്രിയതമമായതുകൊണ്ട് തന്നെ അത് ആനന്ദമാണ്. നമുക്കൊക്കെ ആനന്ദ അനുഭവം എന്ന് പറയാൻ വയ്യെങ്കിലും ആനന്ദ സ്ഫുരണം ഉണ്ടാകുന്നത് നമ്മൾ ഒറ്റയ്ക്കാവുമ്പോഴാണ്, സുഷുപ്തിയിലാണ്. സുഷുപ്തിയിൽ ഞാൻ ഒറ്റയ്ക്കാവുമ്പോഴാണ് ആനന്ദ സ്ഫുരണം. സുഖമായി സ്വാമി, ഒന്നും അറിയില്ല, എവിടെയായിരുന്നു എന്നൊന്നും അറിയില്ല, പക്ഷെ സുഖമായിരുന്നു. 2 മണിക്കൂർ പോയി കിട്ടിയത് അറിഞ്ഞില്ല. പിന്നെ എല്ലാവരും കസേരയൊക്കെ നീക്കി പിടിക്കുകയും എണീക്കുകയൊക്കെ ചെയ്യുന്ന ശബ്ദം ഉണ്ടാകുമ്പോഴാണ് ഞാൻ ഉണർന്നത്. നല്ല സുഖമായിരുന്നു. എന്താ ചിദാനന്ദപുരി സ്വാമിയുടെ പ്രഭാഷണത്തിന് പോയാലുള്ളൊരു സുഖം ഒന്നും അറിഞ്ഞില്ല. ആനന്ദം. അപ്പോൾ ഈ ആനന്ദത്തിൽ പ്രതിഷ്ഠിതനായിരിക്കുന്ന അവസ്ഥയിൽ ദുഃഖ സംയോഗം ഉണ്ടാവും. എങ്ങനെ? അജ്ഞാനം കൊണ്ട്. അജ്ഞാനജനിതമാണ് ദുഃഖ സംയോഗം. ദുഃഖങ്ങളുമായി സംയോജിക്കുകയാണ്. പ്രതികൂല വേദനീയമാണ് ദുഃഖം. അവിടെ തനിക്ക് പ്രതികൂലമില്ല. ദ്വിതീയാദ്വൈ ഭയം ഭവതി എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. രണ്ടാമതൊന്നിൽ നിന്നാണ് ഭയം ഉണ്ടാവുന്നത്, ദുഃഖം ഉണ്ടാവുന്നത്. ഒക്കെ തന്നെ തന്നിൽ നിന്ന് അന്യമായതാ. ആ അന്യമായതുമായി ചേർച്ച തനിക്കില്ല. അതുകൊണ്ട് ദുഃഖ സംയോഗം ഉണ്ടാവുന്നില്ല. ദുഃഖ സംയോഗങ്ങളുമായുള്ള പൂർണ്ണ വിയോഗമാണ് യോഗം. യോഗിയെ ദുഃഖിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ചിന്തിക്കുക. അയാൾ വേണമെച്ചാൽ ദുഃഖം അനുഭവിച്ചു എന്ന് വരും, വേണമെച്ചാൽ കുട്ടികളെ കരയണ പോലെ കരഞ്ഞു എന്ന് വരും. പക്ഷേ അയാളെ ദുഃഖിപ്പിക്കാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല, ഈശ്വരനും കഴിയില്ല. പിന്നെയല്ലേ എന്താ സുഖം? ഇതുപോലെ ഈ സുഖമീമാംസ വേറെ ആർക്ക് എവിടെ പറഞ്ഞു തരാൻ കഴിയും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്ര സ്വാനുഭവത്തിൻ്റെ ദൃഢതയോടുകൂടി ഈ പറഞ്ഞു തരുന്ന ആളോ ഒരിക്കൽ പോലും കരയാത്ത ആള്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ദ്വന്ദ്വാവസ്ഥകളിലും സങ്കീർണതമങ്ങളായ സ്ഥിതികളിലും
കഴിഞ്ഞ ആളാണ് പറയണത്. അത് ശ്രദ്ധിക്കുക. തം വിദ്യ ദുഃഖ സംയോഗ വിയോഗം യോഗസംജ്ഞിതം. യോഗം എന്ന് പേരുള്ളത് അതാണ്. എന്താണ് യോഗം എന്ന പേരുള്ളത്? ദുഃഖ സംയോഗ വിയോഗം. ദുഃഖ സംയോഗവുമായുള്ള വിയോഗമാണ്. എന്നിട്ട് നമ്മളോട് ഉപദേശിക്കുകയാണ് ഭഗവാൻ. ഇതൊരു കാരുണ്യം നോക്കൂ. ഇത്രയും പറഞ്ഞിട്ട് നമ്മളോട് ഉപദേശിക്കുകയാണ്. സ നിശ്ചയേന യോക്തവ്യ. അത് നല്ലോണം ചെയ്യണം കേട്ടോ. ഇത് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? അത്രയും പറയണ നിർത്തിയാൽ പോലിരുന്നോ? അവിടെയാണ് ഭഗവാന്റെ കാരുണ്യം, ഗുരുനാഥൻ്റെ കാരുണ്യം. കാരണം താൻ യാതൊരു അനന്തമായ ആനന്ദത്തിൽ ആമഗ്നനാണോ അത് മറ്റുള്ളവരും അനുഭവിക്കണമെന്നുള്ള ആ കാരുണ്യമാണ്. അല്ലാണ്ട് നമ്മൾ യോഗം ചെയ്തിട്ട് ഭഗവാൻ എന്തെങ്കിലും ദക്ഷിണ കിട്ടാൻ പോകുന്നുണ്ടോ, ഫീസ് കിട്ടാൻ പോകുന്നുണ്ടോ, ഭഗവാൻ യോഗ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ടോ? എന്തപ്പത്? ശ്രീകൃഷ്ണാസ് യോഗ സെൻറ്റർ, എന്നിട്ട് അവിടെ എൻട്രി ഫീസ് ഇത്ര, ഓരോ സ്റ്റെപ്പിലും ഫീസ് ഇത്ര. സ്റ്റെപ്പ് 1 കാണിച്ചു ഭഗവാനെ. ഗുരുനാഥൻ രണ്ടാമത്തെ കാണിക്കണമെങ്കിൽ ഫീസ് വേണം. അയ്യോ, ഇത് ഞാൻ വിചാരിച്ചില്ല വന്നപ്പോൾ. അങ്ങനെ 12 സ്റ്റെപ്പ് കാണിക്കുകയാണെങ്കിൽ 12 ഫീസ്. അങ്ങനെയാണ്. സൂര്യ നമസ്കാരമായി. അതെ, ഫീസ് കുറയ്ക്കേണ്ടവർക്ക് 10 സ്റ്റെപ്പായി കുറയ്ക്കാം. ഓരോ സ്റ്റെപ്പിനും ഫീസ്. ഇങ്ങനെ വല്ലതും ഉണ്ടോ ഭഗവാൻ? ആ കാരുണ്യം അല്ലാണ്ട് വേറെ എന്താ? സ യോക്തവ്യ. തവ്യ, തവ്യപ്രത്യയാണ് അവിടെ പ്രയോഗിച്ചത്. യോക്തവ്യ, നീ യോജിപ്പിക്കേണ്ടതാകുന്നു, നീ ചെയ്യേണ്ടതാകുന്നു. എങ്ങനെ? സ നിശ്ചയേന യോക്തവ്യ. നിശ്ചയഭാവത്തോടുകൂടി എൻ്റെ കർത്തവ്യമാണിതെന്ന അവബോധത്തോടുകൂടി നീ യോഗാനുഷ്ഠാനം ചെയ്യൂട്ടോ എന്നാണ്. ഇത്ര ഭഗവാൻ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യണില്ലല്ലോ. ഇപ്പോഴും നമ്മൾ എന്താ പറയേണ്ടത്? ആഹാരത്തിലും വിഹാരത്തിലും പോലും ഭഗവാന്റെ ഉപദേശം കേൾക്കണില്ല. ഒരാസനം പോലും ഇല്ല. ശുചൗദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ ഇത്യാദി പോലും നമ്മൾ പാലിക്കണില്ല. ഇവിടെ ഉള്ളവർ കൊണ്ടല്ല പറയണത്, പൊതുവെ ഉള്ള നാട്ടിലൊരു വർത്താനം പറയുകയാണ്. ചിന്തിക്കുക. അതുകൊണ്ട് ഇത്രയും നമ്മൾ ഭഗവത് വാക്യം ശ്രവിച്ചാലെങ്കിലും നാളെ മുതലെങ്കിലും ജീവിതത്തിലൊരു ക്രമീകരണം വരുത്തണം. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. സനിശ്ചയേന യോക്തവ്യ. എങ്ങനെ? അനിർവിണ്ണ ചേതസ, വിരക്തി വരാത്ത മനസ്സോടുകൂടി. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? സാധനയിൽ ഏറ്റവും ആദ്യം വേണ്ടത് വിരക്തിയല്ലേ? അതെ. പിന്നെ അതങ്ങനെ പറഞ്ഞത് സാധനയിൽ വിരക്തി വേണ്ട എന്നാ പറഞ്ഞത്. സാധനയിൽ വിരക്തി വന്നാൽ എന്താ ഉണ്ടാവുക? നീ പോയോ ശാസ്ത്രശ്രവണമൊക്കെ ഉണ്ടോ? ഉണ്ടായിരുന്നു സ്വാമി, പിന്നെ മടുത്തു, വേണ്ട. നീ യോഗാസനങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്തിരുന്നു കുറച്ചു കാലം, പിന്നെ ഇപ്പം എന്താ? മടുത്തു. നീ ഭജനകൾ കീർത്തനങ്ങളൊക്കെ പതിവുണ്ടോ? ഉണ്ടായിരുന്നു, മണ്ഡലം കഴിഞ്ഞപ്പോൾ നിർത്തി വെച്ചിരിക്കുക. ഇനി ഭജന മന്ദിരമൊക്കെ അടുത്ത മണ്ഡലകാലാവുമ്പോൾ പൊടി തട്ടി നേരെയാക്കി എടുക്കണം. ഇത് സംഭവിക്കരുത്. നമ്മൾ അനുഷ്ഠിക്കുന്ന സാധനാക്രമം നിരന്തരം ഏതോ ആയിക്കോട്ടെ, ഇന്നത് വേണമെന്ന് പറയണില്ല. എല്ലാവരും യമനിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണകളുടെ മാർഗത്ത് പോകണമെന്ന് പറയണില്ല. എല്ലാവരും ശ്രവണ മനന നിധ്യാസങ്ങൾ ചെയ്യണമെന്ന് പറയണില്ല. ഏതാണോ അവനവൻ്റെ സാധനാക്രമം അത് അനുഷ്ഠിക്കുമ്പോൾ പ്രധാനമായി അവിടെ 3 ഭാവങ്ങൾ വേണം. സതു ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ദൃഢഭൂമി എന്നൊരു സൂത്രം ഓർമ്മ വയ്ക്കുക. പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രങ്ങളിൽ ഒന്നാണ്. ഒന്നാമത് ദീർഘകാലം അനുഷ്ഠിക്കാനുള്ള സന്നദ്ധത വേണം. ഷൺമാസം സംവത്സരം 6 മാസം 1 കൊല്ലം എന്ന ക്രമത്തിലല്ല, ദീർഘകാലം. നമ്മുടെ ഉള്ളിലൊക്കെ എത്രമാത്രം അജ്ഞാനാവരണങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് കൃതാർത്ഥത കൈവരുന്നത് വരെ സാധനാനുഷ്ഠാനം ചെയ്യണം, ദീർഘകാലം. 2, നിരന്തര ഭാവം വേണം. താൻ ചെയ്യുന്ന സാധനാവിശേഷങ്ങളിൽ നൈരന്തര്യം വേണം, നിരന്തരം.
ഇന്ന് പോയി തലകുത്തി നിന്നിട്ടാണ് ശാസ്ത്രം പഠിക്കണത്. ഇതെന്താ ഇത് ഞാൻ സ്വാമി ശീർഷാസനവും ഭഗവത്ഗീതാ പാരായണവും ഒന്നിച്ചാക്കിയതാ. എടാ നീ വല്ലാത്തൊരു സാധനമാണല്ലോ, ശീർഷാസനത്തിൽ പുസ്തകം വായിക്കേ. അത്ര വരെ മഹായോഗിയ. 2 ദിവസം കഴിഞ്ഞപ്പോഴോ ഒന്നുമില്ല. എന്തായി? അത് എന്നാന്നറിയില്ല പോയത്, അത് വയ്യ. അപ്പം നിരന്തര ഭാവം വേണം. 3 സത്കാരഭാവം വേണം. സത്കാരഭാവം, സത്കാരഭാവത്തോടു കൂടി വേണം. നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മുടെ ഗൃഹത്തിൽ വന്നാൽ എന്താ നമ്മുടെ ഭാവം? നമ്മൾ സത്കരിക്കും. ആ സത്കാരം. മറ്റതെങ്ങനെയാ? ഗുരുനാഥനെ ശപിച്ചു, എന്ത് എന്നോട് ചെയ്യാൻ പറഞ്ഞിരിക്കുക, പിന്നെ എങ്ങനെയാ ചെയ്യാണ്ടിരിക്കുക? അല്ലെങ്കിൽ അമ്മേനെ ശപിച്ചു, അർച്ചനെ ശപിച്ചു, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അഹം പറഞ്ഞ് ചെയ്യാതിരിക്കാനും വയ്യല്ലോ എന്നും പറഞ്ഞ് ചെയ്തിട്ട് എന്ത് കാര്യമുള്ള? ചെയ്യുന്നത് സന്തോഷപൂർവ്വം ചെയ്യുക, ചെയ്യുന്നത് നിരന്തരമായി ചെയ്യുക, ചെയ്യുന്നത് ദീർഘകാലം ചെയ്യാനുള്ള സന്നദ്ധതയോടുകൂടി ചെയ്യുക. അങ്ങനെ മടുപ്പ് വരാതെ ചെയ്യുക. ഇതാണ് ഉപദേശിക്കുന്നത്. സനിശ്ചയേന യോക്തവ്യ യോഗ അനിർവിണ്ണ ചേതസ. നോക്കൂ, ഏതായാലും തുടർന്ന് നമുക്ക് ശ്രദ്ധിക്കാം.